എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയിൽ 27ാം ദിവസമായ ഇന്ന് ആദ്യം 2 കുട്ടികളാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. കൃഷ്ണ ആർ അയ്യർ, ധൃതി എ നായർ. അതിനുശേഷം കുട്ടികളുടെ രഘുവീരഗദ്യ പാരായണം കൂടി ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് പ്രഭാഷണങ്ങൾ കേൾക്കാം. പ്രഭാഷണം നടത്തുന്നതിനായിട്ട് കൃഷ്ണ ആർ അയ്യരെയും ധൃതി എ നായരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു. കൃഷ്ണ ആർ അയ്യരെ പ്രാർത്ഥന ചൊല്ലി തുടങ്ങുക. അതിനുശേഷം ധൃതി എ നായര് ആ സമയത്ത് പ്രാർത്ഥന ചൊല്ലിയിട്ട് തുടങ്ങുക. ഓക്കെ, സായിരാം. എല്ലാവർക്കും എൻ്റെ സായിരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. യുദ്ധത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാം. ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിതരായി മോഹിതരായി താഴെ വീണ രാമൻ ലക്ഷ്മണന്മാർ കുറെ സമയം അങ്ങനെ കിടന്നു. ഇത് കണ്ട് വാനര സൈന്യം അങ്കലാപ്പിലായി. സേനാധിപന്മാർ വിഷണ്ണരായി. എന്തിനധികം വിഭീഷണൻ പോലും വിഷമത്തിലായി പോയി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രസ്വാമി കണ്ണു തുറന്നു സ്വയം ശക്തി ആർജിച്ചുകൊണ്ട് എഴുന്നേറ്റു. പക്ഷേ ലക്ഷ്മണൻ വീണ്ടും ബോധരഹിതനായി തന്നെ അവിടെ തുടർന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ലക്ഷ്മണനെ പഴയ പോലെ ഊർജസ്വലനാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. എനിക്കതിന് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ വിലപിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തന്റെ ചിറക് സ്പർശം കൊണ്ട് ലക്ഷ്മണനെ നാഗാസ്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. വളരെ അത്ഭുതമായ ഒന്നാണ് അവിടെ അപ്പോൾ സംഭവിച്ചത്. രാമൻ ലക്ഷ്മണന്മാർ വീണ്ടും വീരശൂര പരാക്രമികളായി ഉയർത്തെഴുന്നേറ്റത് കണ്ട് വാനര സൈന്യം ഘോരഘോരം ഗർജിച്ചു. വീണ്ടും ആവേശം കൊണ്ടവർ അട്ടഹാസങ്ങൾ മുഴക്കി. രാമലക്ഷ്മണന്മാർ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നും മോചിതരായി. രാമലക്ഷ്മണന്മാർ ഹനിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരം രാക്ഷസ രാജാവായ രാവണൻ അറിഞ്ഞു. രാവണൻ ചിന്താശോകാകുലനായി വിവർണവദനായി ഭവിച്ചു. വീണ്ടും നടന്ന അതിഘോരമായ യുദ്ധത്തിൽ പല പ്രമുഖ രാക്ഷസന്മാരും വധിക്കപ്പെട്ടു. ധൂമ്രാക്ഷൻ എന്ന ഒരു വലിയ രാക്ഷസൻ വാനരസേനയെ അതിഭയങ്കരമായി പ്രഹരിക്കുകയും നാശം വരുത്തുകയും ചെയ്തു. ആ ഭീകരനായ ധൂമ്രാക്ഷനെ ഹനുമാൻ സ്വാമി ഒരു ഗിരിശൃംഗം തലയിലേക്ക് എറിഞ്ഞ് തല പൊട്ടിച്ചവനെ വധിച്ചു. പിന്നീട് യുദ്ധം ചെയ്തത് വജ്രദംഷ്ടൻ എന്ന അതിഭീകരനായ രാക്ഷസനായിരുന്നു. അവനെ ബാലിപുത്രനായ അംഗദൻ ഘോര യുദ്ധത്തിന്റെ ഒടുവിൽ വധിച്ചു. പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് അകമ്പനനായിരുന്നു. വാനരസേനയ്ക്ക് അകമ്പനൻ വലിയ നാശം വിതച്ചു. അപ്പോൾ മഹാബലവാനായ ഹനുമാൻ സ്വാമി അട്ടഹസിച്ചുകൊണ്ട് ആ രാക്ഷസന്റെ നേരെ പാഞ്ഞെടുക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. അകമ്പനൻ ഹനുമാനാൽ വധിക്കപ്പെട്ടു. പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ പ്രഹസ്തൻ ആയിരുന്നു. വാനര ശ്രേഷ്ഠനായ നീലനാണ് പ്രഹസ്തനെ നേരിട്ടത്. പ്രഹസ്തന് നീലന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാനായില്ല. നീലന്റെ പ്രഹരമേറ്റ് പ്രഹസ്തൻ ഹതനായി. അങ്ങനെ രാക്ഷസ സേനാപതിയായ പ്രഹസ്തൻ നീലനാൽ വധിക്കപ്പെട്ടതറിഞ്ഞ് കോപിഷ്ഠനായ രാവണൻ സ്വയം എല്ലാ സന്നാഹത്തോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. രാവണൻ സുഗ്രീവനെ അമ്പെയ്ത് താഴെ വീഴ്ത്തി. രാവണൻ ഉഗ്രമായ വാനര സൈന്യത്തെ ഒട്ടാകെ ബാണജാലങ്ങളാൽ മൂടി. ക്ഷത പറ്റിയവരും നിലം പതിച്ചവരുമായ വാനരന്മാർ ഭയന്ന് വിറച്ച്
ശ്രീരാമനെ ശരണം പ്രാപിച്ചു. വില്ലാളി വീരനായ ശ്രീരാമൻ വില്ലെടുത്ത് മുന്നേറി. അപ്പോൾ ലക്ഷ്മണൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ ദുരാത്മാവിനെ വധിക്കുവാൻ ഞാൻ മതി. ഞാൻ ഇവനെ വധിച്ചുകൊള്ളാം. വിഭോ, എനിക്ക് അനുമതി നൽകിയാലും. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, രാവണൻ മഹാവീരനും യുദ്ധത്തിൽ അത്ഭുത പരാക്രമിയുമാണ്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ വേണം അവനെ നേരിടുവാൻ. നോട്ടം കൊണ്ടും ദർസ് കൊണ്ടും സ്വയം കാത്തുകൊള്ളണം. രാഘവൻ അനുമതി നൽകിയപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ലക്ഷ്മണൻ പുറപ്പെട്ടു. രാവണൻ തന്റെ ശക്തി കൊണ്ട് ഹനുമാനെയും നീലനെയും അതിഭയങ്കരമായി പ്രേരിച്ചു. പിന്നീട് ഇതാ ലക്ഷ്മണനും രാവണനുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. ഒരു തരത്തിലും ലക്ഷ്മണനെ തോൽപ്പിക്കുവാൻ ആവില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ രാവണൻ തന്റെ വേൽ പ്രയോഗിച്ചു. ആ വേലിനു മുൻപിൽ ലക്ഷ്മണന് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെയായി മാറി. വേൽ നെഞ്ചിൽ തുറച്ച് ലക്ഷ്മണൻ ബോധരഹിതനായി ഭൂമിയിൽ പതിച്ചു. ഉടൻ തന്നെ രാവണൻ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് പോകുവാനായി രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി വന്ന് ലക്ഷ്മണനെ പൊക്കിയെടുക്കുവാൻ ഒരുങ്ങി. പക്ഷേ അനന്തനെ പൊക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ലക്ഷ്മണനെ അനക്കുവാൻ പോലും രാവണന് സാധിച്ചില്ല. ഇത് കണ്ട മാരുതി ഓടി വന്ന് രാവണനെ പിടിച്ചു മാറ്റുവാൻ തുടങ്ങി. മാരുതിയെ രാവണൻ അതിഭയങ്കരമായി പ്രഹരിച്ചു. പക്ഷേ മാരുതി വിട്ടുകൊടുത്തില്ല. മാരുതിക്ക് ലക്ഷ്മണനെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മാരുതി ലക്ഷ്മണനെയും കൊണ്ട് ശ്രീരാമ സന്നിധിയിലേക്ക് പാഞ്ഞെത്തി. രാവണൻ തിരിച്ച് രഥത്തിൽ കയറുകയും ചെയ്തു. രാവണനും അതിശക്തമായ ഒരു മുഷ്ടിപ്രഹരം ഹനുമാനിൽ നിന്നും ഏറ്റിരുന്നു. ആ പ്രഹരത്തിന്റെ ശക്തിയിൽ നിന്നും മോചിതനാകാൻ രാവണന് ഏറെ സമയം വേണ്ടി വന്നു. ഈ സമയം ലക്ഷ്മണൻ തന്റെ അചിന്ത്യമായ വൈഷ്ണവാംശം സ്മരിച്ച് ആശ്വസിച്ച് വേലിന്റെ ബാധയിൽ നിന്നും രക്ഷ പ്രാപിച്ചു. വലിയ വാനരസേനയിലെ മഹാവീരന്മാരെ രാവണൻ വീഴ്ത്തുന്നത് കണ്ട് രാഘവൻ രാവണനു നേരെ യുദ്ധത്തിനടുത്തു. ഹനുമാൻ സ്വാമി ഉടനെ തന്നെ രാമചന്ദ്രസ്വാമിയോട് തന്റെ ചുമലിൽ കയറി ഇരുന്ന് യുദ്ധം ചെയ്യുവാൻ പറയുകയും രാമചന്ദ്രസ്വാമി അതനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ ചുമലിൽ കയറി രാവണന് നേരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. യുദ്ധത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം കേൾക്കാം. ഈ രാമായണ മാസത്തിൽ പ്രഭാഷണം പറയുവാൻ അവസരം തന്ന എന്റെ ഗുരുനാഥനായ അപ്പായിക്കും സ്വാമിയർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം. കൃഷ്ണകുട്ടി വളരെ നന്നായിട്ട് പറഞ്ഞു. വളരെ വളരെ നന്നായിട്ട് നല്ല ഭാവത്തോടെ ശ്രദ്ധയോടെ പറഞ്ഞു. ഓക്കെ, വളരെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഇന്ന് കൂടുതൽ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ധൃതിയെ നമുക്ക് ക്ഷണിക്കാം. ഏറ്റവും സന്തോഷത്തോടെ ധൃതിയെ അടുത്ത പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. മനോജവം വാൽകതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിതരായി താഴെ വീണ രാമലക്ഷ്മണന്മാർ കുറെ സമയം അങ്ങനെ കിടന്നു. ഇത് കണ്ട് വാനര സൈന്യം അങ്കലാപ്പിലായി. സേനാധിപന്മാർ പോലും വിഷണ്ണരായി. എന്തിനധികം വിഭീഷണൻ പോലും വിഷണ്ണനായിപ്പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രസ്വാമി കണ്ണു തുറന്നു. സ്വയം ശക്തി ആർജിച്ചുകൊണ്ട് പക്ഷേ ലക്ഷ്മണൻ വീണ്ടും ബോധരഹിതനായി തന്നെ അവിടെ തുടർന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ലക്ഷ്മണനെ പഴയ പോലെ ഊർജ്ജസ്വലനാക്കിക്കൊണ്ട് വരേണ്ടതുണ്ട്. എനിക്കതിന് കഴിയുമോ എന്ന് പറഞ്ഞ് ശ്രീരാമൻ വിലപിച്ചു. അപ്പോഴേക്കും പെട്ടെന്നു തന്നെ വിഷ്ണുവാഹനനായ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തന്റെ ചിറകു സ്പർശനം കൊണ്ട് ലക്ഷ്മണനെ നാഗാസ്ത്രത്തിൽ നിന്ന് അതിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു.
വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ് അവിടെ അപ്പോൾ നടന്നത്. രാമലക്ഷ്മണന്മാർ വീണ്ടും വീരശൂര പരാക്രമികളായി ഉയർത്തെഴുന്നേറ്റത് കണ്ട് വാനര സൈന്യം ഘോരം ഗർജിച്ചു. വീണ്ടും ആവേശം കൊണ്ട് അവർ അട്ടഹാസങ്ങൾ മുഴക്കി. ഉടൻ തന്നെ രാമലക്ഷ്മണന്മാർ ബന്ധനത്തിൽ നിന്നും മോചിതരായി. അവർ ഹനിക്കപ്പെട്ടിട്ടില്ലെന്നുള്ള വിവരം രാക്ഷസ രാജാവായ രാവണൻ അറിഞ്ഞു. രാവണൻ ചിന്താശോകാകുലനായി വികർണകത്തിനായി ഭവിച്ചു. വീണ്ടും നടന്ന അതിഘോരമായ യുദ്ധത്തിൽ പല പ്രമുഖ രാക്ഷസന്മാരും വധിക്കപ്പെട്ടു. ധൂമ്രാക്ഷൻ എന്ന ഒരു വലിയ രാക്ഷസൻ വാനരസേനയെ അതിഭയങ്കരമായി പ്രഹരിക്കുകയും നാശം വരുത്തുകയും ചെയ്തു. ആ അതിഭീകരനായ ധൂമ്രാക്ഷനെ ഹനുമാൻ സ്വാമി ഒരു വലിയ ഗിരിശൃംഗം തടിയിലേക്ക് എറിഞ്ഞ് തലപ്പൊട്ടിച്ച് അവനെ നിഹനിച്ചു, അവനെ വധിച്ചു. പിന്നീട് യുദ്ധം ചെയ്തത് വജ്രദർശ എന്ന അതിഭീകരനായ രാക്ഷസനായിരുന്നു. അവനെ ബാലിപുത്രനായ അംഗദൻ ഘോര യുദ്ധത്തിൽ വധിച്ചു. പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് അകമ്പനായിരുന്നു. വാനരസേനയ്ക്ക് വലിയ നാശം വിതച്ചു അകമ്പനൻ. അപ്പോൾ മഹാ തേജസ്വിയായ ഹനുമാൻ സ്വാമി ആ രാക്ഷസന്റെ നേരെ വാനെടുക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. ഹനുമാൻ സ്വാമിയാൽ വധിക്കപ്പെട്ടു. പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ പ്രഹസ്തനായിരുന്നു. വാനര ശ്രേഷ്ഠനായ നീലമാണ് പ്രഹസ്തനെ എതിരിട്ടത്. നീലന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീലന്റെ പ്രഹരമേറ്റ് ശിരസ് പിളർന്ന പ്രഹസ്തൻ ഹതനായി. അങ്ങനെ രാക്ഷസ സേനാപതിയായ പ്രഹസ്തൻ നീലനാൽ വധിക്കപ്പെട്ടു. തന്റെ സേനാപതി ഹതനായെന്നറിഞ്ഞ് കോപിഷ്ഠനായ രാവണൻ സകല സൈന്യ സന്നാഹത്തോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. രാവണൻ സുഗ്രീവനെ അമ്പെയ്ത് താഴെ വീഴ്ത്തി. രാവണൻ ഉഗ്രമായ വാനര സൈന്യത്തെ ഒട്ടാകെ ബാണജാലങ്ങളാൽ മൂടി. ക്ഷതം പറ്റിയവരും നിലത്ത് വീണവരുമായ വാനരന്മാർ ഭയന്നു വിറച്ച് രാമനെ ശരണം പ്രാപിച്ചു. ഇല്ലാളി വീരനായ രാമൻ വില്ലെടുത്തു മുന്നേറി. അപ്പോഴേക്കും ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ ദുരാത്മാവിനെ വധിക്കാൻ ഞാൻ മതി. ഞാൻ അവനെ വധിച്ചു കൊള്ളാം പ്രഭു, എനിക്ക് അനുജ്ഞ നൽകിയാലും. അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞു, രാവണൻ മഹാവീരനും യുദ്ധത്തിൽ അത്ഭുത പരാക്രമനുമാണ്. വളരെ സൂക്ഷിച്ചു വേണം അവനോട് യുദ്ധം ചെയ്യുന്നത്. നോട്ടം കൊണ്ടും ധനുസ്സുകൊണ്ടും സ്വയം കാത്തുകൊള്ളണം. രാഘവൻ സമ്മതം കൊടുത്തപ്പോൾ അതിസന്തോഷത്തോടെ രാവണനെ നേരിടാൻ ലക്ഷ്മണൻ പുറപ്പെട്ടു. ശക്തി കൊണ്ട് നീലനെയും ഹനുമാനെയും എല്ലാവരെയും അതിഭയങ്കരമായി പ്രഹരിച്ചു. പിന്നീട് ലക്ഷ്മണൻ നേരിട്ട് രാവണനുമായി ഏറ്റുമുട്ടുന്നു. രാവണനും ലക്ഷ്മണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. രാവണനും ലക്ഷ്മണനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. ഒരു തരത്തിലും ലക്ഷ്മണനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ രാവണൻ തന്റെ വേൽ പ്രയോഗിച്ചു. ആ വേലിന് മുമ്പിൽ ലക്ഷ്മണൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവനായി മാറി. വേൽ നെഞ്ചിത്തറച്ച് ലക്ഷ്മണൻ ബോധരഹിതനായി ഭൂമിയിൽ വീണു. ഉടനെ തന്നെ രാവണൻ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് പോകുവാനായി രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി വന്ന് ലക്ഷ്മണനെ പൊക്കിയെടുക്കാൻ തുടങ്ങി. പക്ഷെ അനന്തനെ പൊക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ലക്ഷ്മണനെ അനക്കുവാൻ പോലും രാവണന് സാധിച്ചില്ല. ഇതുകണ്ട മാരുതി ഓടി വന്ന് രാവണനെ പിടിച്ചു മാറ്റുവാൻ തുടങ്ങി. മാരുതിയെ അതിഭയങ്കരമായ രാവണൻ പ്രഹരിച്ചു. പക്ഷെ മാരുതി വിട്ടുകൊടുത്തില്ല. മാരുതി വീണ്ടും ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ലക്ഷ്മണനെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം ഭക്തനാണല്ലോ. ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ഉടനെ തന്നെ ശ്രീരാം ചെയ്തു. രാവണനും അതിശക്തമായ ഒരു മുഷ്ടിപ്രഹരം ഹനുമാനിൽ നിന്നും ഏറ്റിരുന്നു. ആ പ്രഹരത്തിൽ നിന്ന് മോചിതനാക്കാൻ, അതിന്റെ ശക്തിയിൽ നിന്നും മോചിതനാക്കാൻ ഏറെ സമയം വേണ്ടി വന്നു. ഈ സമയം ലക്ഷ്മണൻ തന്റെ അചിന്ത്യമായ വൈഷ്ണവാംശം സ്മരിച്ച് ആശ്വസിച്ച് വേലിന്റെ ബാധയിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ഒരു വാനര സൈന്യത്തിലെ വാനര വീരന്മാരെ രാവണൻ വീഴ്ത്തുന്നത് കൊണ്ട് രാഘവൻ രാവണൻ നേരെ യുദ്ധത്തിനടുത്തു.
ഹനുമാൻ സ്വാമി ഉടനെ തന്നെ രാമചന്ദ്ര സ്വാമിയോട് തന്റെ ചുമലിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്യാൻ പറയുകയും രാമചന്ദ്ര സ്വാമി അതനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ ചുമലിൽ കയറി രാവണ നേരെ യുദ്ധം തുടങ്ങുകയും ചെയ്തു. എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ അവസരം ഒരുക്കി തന്ന എന്റെ പ്രിയപ്പെട്ട പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഈ പ്രഭാഷണം ഞാൻ എന്റെ ഗുരുക്കന്മാരുടെ പാതാര ബിന്ദങ്ങളിൽ ഗുരുദക്ഷിണ സമർപ്പിക്കുന്നു. ജയ് ശ്രീരാം. സായിരാം മോളെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വളരെ നന്നായിരുന്നു. നമുക്ക് മധുചേട്ടന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാതോർക്കാം. മധുചേട്ടാ. കൃഷ്ണയും ധൃതിയും യുദ്ധരംഗം അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. മുൻപിൽ യുദ്ധം നടക്കുന്നത് പോലെ തന്നെ തോന്നിയെന്നാണ്. എത്രയെത്ര കഥാപാത്രങ്ങളാണ് ഇന്ദ്രിയത്തിന്റെ നാഗാസ്ത്രം കൊണ്ട് ശ്രീരാമകൃഷ്ണന്മാരെ ബോധക്കെടുത്തി വീഴുന്നത് മുതൽ അവസാനം പിന്നെ യുദ്ധത്തിന്റെ പരിസമാപ്തിക്ക് മുമ്പ് നിർത്താനായിട്ട് നിരവധി കഥാപാത്രങ്ങള് യുദ്ധരംഗത്തൂടെ വന്നുപോയി. അവരെ ഒന്നും വിടാതെ തന്നെ എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ ആ യുദ്ധരംഗം വിവരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അതിന് കുട്ടികൾക്ക് ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. സായിരാം. സായിരാം. വിദ്യ.